ഗുഡ് മോർണിംഗ് ജീസസിലേക്ക് ഏവർക്കും സ്വാഗതം. ചുംബനം ഒരു അടയാളം. രചയിതാവ് റോബി ജോൺസൺ. അധ്യായം 3. ആസക്തിയുടെ നികൃഷ്ട ചുംബനങ്ങൾ. ബൈബിളിൽ പ്രതിപാദിക്കുന്ന അതിനികൃഷ്ട സംഭവങ്ങളിൽ ഒന്നാണ് അമ്നോന്റെ പ്രണയം. ഈ കാലത്ത് പ്രണയം എന്ന ലേബലിൽ അവതരിപ്പിക്കപ്പെടുന്ന കാമാസക്തിയുടെയും അനുബന്ധ ചതിക്കുഴികളുടെയും ആദ്യ പതിപ്പുകളിൽ ഒന്ന്. ദാവീദ് രാജാവിൻ്റെ മകനാണ് അമ്നോൻ. തൻ്റെ അർദ്ധ സഹോദരിയായ താമാറിനോടാണ് അവന് പ്രണയം. സഹോദരി ആയതുകൊണ്ട് ആ ബന്ധം നിഷിദ്ധമാണ്. പ്രണയാധിക്യത്താൽ അവൻ രോഗിയായി തീർന്നു എന്ന് പറയുമ്പോൾ ഒരു തീക്ഷ്ണ പ്രണയത്തിൻ്റെ ലക്ഷണമൊക്കെയുണ്ട്. പക്ഷേ അനന്തര സംഭവങ്ങൾ ഇത് പ്രണയമായിരുന്നില്ല, വെറും കാമാസക്തി ആയിരുന്നു എന്ന് തെളിയിക്കുന്നു. അമ്നോന്റെ സുഹൃത്തായ യോനാദാബ് കുരുട്ടുബുദ്ധിയുടെ ആശാനാണ്. അവൻ തന്ത്രം മെനഞ്ഞു, പ്രാവർത്തികമാക്കി. പാവം പെണ്ണ് കുടുങ്ങി. സഹോദരന്റെ മുറിയിലേക്ക് അപ്പനായ രാജാവിൻ്റെ ആവശ്യപ്രകാരം താൻ പാചകം ചെയ്ത ഭക്ഷണവുമായി സഹോദരിയായി തന്നെയാണ് അവൾ ചെന്നത്. സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ കഥ കടഞ്ഞു. ആദ്യം ഒന്നും മനസ്സിലായില്ല. മനസ്സിലായപ്പോൾ കരഞ്ഞു കാല് പിടിച്ചു. പരാജയപ്പെട്ടപ്പോൾ ചെറുത്തു നിന്നു. പക്ഷെ ഒന്നും വിലപ്പോയില്ല. കാമാന്തനായ അവൻ അവളെ കീഴ്പ്പെടുത്തി. അടുത്ത ക്ഷണത്തിൽ അവൻ അവളെ വെറുക്കാൻ തുടങ്ങി. പ്രേമം എങ്ങനെ വെറുപ്പായി മാറും? ബൈബിൾ ഭാഷയിൽ അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തേക്കാൾ വെറുത്ത വെറുപ്പ് വലിയതായിരുന്നു. കഷ്ടം. ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്തിട്ട് തൻ്റെ സഹോദരിയുടെ ശരീരം ആസ്വദിച്ചിട്ട് എച്ചിൽ പോലെ വലിച്ചെറിഞ്ഞിട്ട് അവൻ അവളോട് വെറുപ്പ് തോന്നി പോലും. ഇക്കാലത്ത് പ്രണയം നടിച്ചുള്ള പീഡനങ്ങൾ സാധാരണ സംഭവമാണല്ലോ. പ്രണയകാലത്തെ ഫോട്ടോകൾ നാളത്തെ ഭീഷണിക്കുള്ള ആയുധമായി സൂക്ഷിച്ചും വെക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളും ഇത്ര വീണ്ടു വിചാരമില്ലാതെ കെണിയിൽപ്പെടുന്നത്? പ്രണയത്തിന് കണ്ണും കാതും ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ കണ്ണും കാതും തുറന്നു വെച്ചേ പ്രണയിക്കാവൂ. പ്രണയിക്കാൻ വരുന്നവൻ്റെ ഉള്ളിലിരിപ്പ് അറിയാതെ മനസ്സോ ശരീരമോ പങ്കുവെക്കരുത്. വിവാഹാനന്തരം നടക്കേണ്ടതൊന്നും വിവാഹത്തിന് മുമ്പ് നടക്കരുത്. ഞാൻ റെഡി, ആരെങ്കിലും ഇങ്ങോട്ട് വാ എന്ന മട്ടിലുള്ള ഫോട്ടോകളും മറ്റും സമൂഹ മാധ്യമത്തിൽ ഇടും മുമ്പേ 2 വട്ടമല്ല 7 വട്ടം ചിന്തിക്കണം. അരുത് എന്ന് പറയേണ്ടടുത്ത് അരുത് എന്ന് തന്നെ പറയണം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഇരയാക്കപ്പെടുന്ന കാലമാണ്. ഹണി ട്രാപ്പുകൾ വൃദ്ധന്മാരെ പോലും കൊടുക്കാം. ഒരു ക്രിസ്ത്യാനിയുടെ പ്രണയം ബൈബിൾ ധാർമ്മികതയുടെ അതിരുകൾക്കുള്ളിലാകണം. ഇന്ത്യയിലും വിദേശത്തും മാനദണ്ഡ വ്യത്യാസമൊന്നുമില്ല. സാമൂഹിക മാനദണ്ഡങ്ങൾ മാത്രമാണ് വ്യത്യാസം. രാജ്യം മാറുമ്പോൾ ധാർമ്മികതയും മാറ്റാൻ ദൈവം മനുഷ്യനല്ലല്ലോ. ഇതിലും നീചമാണ് നിസ്സഹായയായ പെണ്ണിനെ കായിക ബലത്തിൽ കീഴ്പ്പെടുത്തുന്നത്. കൂട്ടബലാത്സംഗങ്ങൾ, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കലൊക്കെ സാധാരണ വാർത്തകളാവുകയാണ്. കഠിനമായ ശിക്ഷയില്ലാത്തതാണ് പ്രധാന കാരണം. എന്നാൽ ദൈവാധിഷ്ഠിതമായ ജീവിത മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ വിദ്യാഭ്യാസ രീതിയും മതബോധന രീതിയും പരാജയപ്പെടുന്നു എന്നതാണ് അടിസ്ഥാന കാരണം. വിദ്യാഭ്യാസം നല്ല പൗരനെ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് ക്യാമ്പസുകൾ നൽകുന്ന സൂചന. പഠിക്കാൻ ഏറെയുണ്ട്, പക്ഷെ പഠിക്കേണ്ടതൊന്നും പഠിക്കുന്നില്ല എന്നതാണ് അവസ്ഥ. മതതത്വങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുക്കുന്ന മതബോധന രീതിയും പരീക്ഷാ സമ്പ്രദായങ്ങളും ശരിയായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് സംശയം. ഈ സാഹചര്യത്തിൽ കുടുംബത്തിൽ അമ്മയുടെ പ്രസക്തി കൂടുന്നു. ആദ്യ ഗുരു അമ്മയാണല്ലോ. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഭൂരിപക്ഷം അമ്മമാരും ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യൽ പോലെയുള്ള വീട്ടുജോലികൾ കൂടിയാകുമ്പോൾ ഒഴിവാക്കപ്പെടുന്നത് മക്കളുടെ ഗുരുവാകാനുള്ള അവസരമാണ്. നല്ല മാർക്ക്, ഉയർന്ന ജോലി, നല്ല സാമ്പത്തിക സ്ഥിതി, ഇതിൽ മാത്രം ഊന്നിയാണ് വളർത്തൽ. പ്രാർത്ഥന പോലും ഇതൊക്കെ മാത്രം. എല്ലാം നേടിയാലും ജീവിതം കൈവിട്ടു പോയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് വിശുദ്ധിയിലും ദൈവബോധത്തിലും വളർത്തുന്നതിലാകണം ഊന്നൽ. പ്രാർത്ഥനയിലും 1-ാം സ്ഥാനം അതിനാകട്ടെ. പണം സമ്പാദിച്ചുയർന്നവരുടെ ജീവിത കഥകളല്ല, ദൈവത്തോടൊപ്പം നടക്കാൻ ശ്രമിച്ചവരുടെ ജീവിത സാക്ഷ്യങ്ങളാകണം നമ്മുടെ മക്കളുടെ പ്രചോദനം. ബോധപൂർവം ഇത്തരം വായനകളിലേക്കും കഥകളിലേക്കും കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ നയിക്കുക. ക്രൈസ്തവ സമൂഹങ്ങൾ ഉണരേണ്ട കാലം അതിക്രമിച്ചു. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയേണ്ട കാലമാണിത്. പ്രണയപ്പകയുടെ കാലം കൂടെയാണല്ലോ ഇത്. പരസ്പര വിരുദ്ധമായ 2 വാക്കുകൾ ചേർത്ത് ഇങ്ങനെയൊരു വാക്ക് സൃഷ്ടിക്കപ്പെടുമെന്ന് മലയാള ഭാഷാപിതാക്കന്മാർ ആരും കരുതിയിട്ടുണ്ടാകില്ല. പ്രണയത്തിൽ പകയെവിടെ?
പകയിൽ പ്രണയം എവിടെ? പക്ഷെ സംഭവം യാഥാർത്ഥ്യമാണ്. പ്രണയകാലം പകയുടെ കാലമായി മാറുന്നു. പ്രണയം പകയായി മാറാതിരിക്കാൻ ആദ്യം തന്നെ ഒരാളുടെ പ്രണയം സ്വീകരിക്കാനും നിരസിക്കാനുമുള്ള മറ്റൊരാളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കണം. പ്രണയം മാത്രമല്ല, രാഷ്ട്രീയം, മതം എന്നിവ സ്വീകരിക്കുന്നതിലും സ്വാതന്ത്ര്യം വേണം. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് സ്വാതന്ത്ര്യം കശാപ്പ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രണയം നിരസിക്കുന്ന വ്യക്തി മറ്റേയാളെ അപഹസിക്കുകയും ന്യൂനതകൾ പരിഹാസരൂപേണ അവതരിപ്പിക്കുകയും ചെയ്യരുത്. പകയുടെ മറ്റൊരു കാരണം സാമ്പത്തിക ചൂഷണമാണ്. പ്രണയകാലത്ത് പരമാവധി തട്ടിയെടുത്ത് ബുദ്ധിപൂർവ്വം അകലം നടിക്കുമ്പോൾ പക തിളച്ചുമറിയാൻ തുടങ്ങും. പക്ഷേ അതിനൊരാളെ കൊല്ലാമോ? ആസിഡ് ആക്രമണം നടത്താമോ? സ്നേഹത്തോട് സ്വീകരിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്താമോ? പക്വതയോട് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ബാല്യം മുതൽ ലഭിക്കുന്ന ധാർമ്മിക ബോധം, ഭവനാന്തരീക്ഷത്തിലെ ദൈവികത, വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന വകതിരിവ്, സുഹൃത്തുക്കളുടെ നല്ല സ്വാധീനം, മുതിർന്നവരുടെ ശരിയായ ഇടപെടൽ ഒക്കെ വേണം. ഇതൊന്നും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നെഗറ്റീവ് മാനസികാവസ്ഥയിലേക്ക് നീങ്ങും മുമ്പ് പ്രശ്നം കണ്ടെത്തുകയും പരിഹരിക്കുകയും വേണം. കൃത്യസമയത്ത് ലഭ്യമാക്കുന്ന കൗൺസിലിംഗ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് പലതും. സ്വഭാവ വൈകല്യങ്ങൾ, ലഹരി ഉപയോഗം, അമിത ആസക്തികൾ, അക്രമ സ്വഭാവം, പ്രണയക്കെണി എന്നിവ പ്രശ്നമാകും മുമ്പേ കണ്ടെത്തി പരിഹരിക്കാം. സ്കൂളിലെയും വീട്ടിലെയും പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രമിക്കുകയും ആരംഭത്തിൽ തന്നെ മനഃശാസ്ത്ര കൗൺസിലിംഗ് നൽകുകയും ചെയ്യണം. താമസിച്ചാൽ പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണതകളിലേക്ക് നീങ്ങാം. ഈ തരത്തിൽ സേവനം നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയും ക്രൈസ്തവ മൂല്യങ്ങളും ഒരുപോലെയുള്ള വ്യക്തികളുടെ സേവനമേ തേടാവൂ. കാരണം മനസ്സിൻ്റെ പരിവർത്തനം ദൈവത്തിൻ്റെ സഹായം കൂടി വേണ്ടിവരുന്ന ഒരു പ്രക്രിയയാണ്.